നമുക്ക് ഇപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുട്ടനാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഒരു കുഞ്ഞുട്ടൻ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊന്ന് പറയാം. അത് പിന്നെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, വൈകാരികമായിട്ടല്ലാതെ പറയാൻ പറ്റാത്തൊരു ചോദ്യം. പോട്ടെ, അത്രയും എന്താ പറയുക, വൈകാരികതയിലേക്ക് നമുക്ക് ആദ്യം പോണ്ട. ഇപ്പോൾ അച്ഛൻ്റെ ഒരു ബാല്യവും അവൻ്റെ ഒരു ബാല്യവും, അപ്പം അച്ഛന് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് സിമിലാരിറ്റീസ് അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അച്ഛൻ അവനിലൂടെ അച്ഛൻ്റെ ചെറുപ്പത്തിലേക്ക് പോകുന്നതായി അച്ഛന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നാമത് അവൻ്റെ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്കാലത്തെ എനിക്ക് ഓർമ്മിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്, ചില വാശികൾ. ചിലപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നിയ ഒരു കാര്യം എൻ്റെ സമൂഹത്തിൽ ചുറ്റുമുള്ള ആളുകളെ അത് ബോധ്യപ്പെടുത്താൻ എൻ്റെ ഭാഷ കൊണ്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ഭയങ്കരമായിട്ട് വാശി പിടിക്കും. എങ്ങനെയാണ് അത്? ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ മാത്രമോ അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുട്ടൻ മാത്രമോ അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് ലോകത്തെ എല്ലാ മനുഷ്യരും, ഒരുപക്ഷെ എല്ലാ ജീവികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെ അതേപോലെ പ്രകടിപ്പിക്കാനുള്ള ഭാഷ നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ എഴുത്തുകാരാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ഇന്നും ഭാഷ ചെയ്ത അപൂർണ മൊഴിയിൽ വന്നുപോകും പിഴയും അർത്ഥശങ്കയും എന്ന് കവി പറയുന്നതും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ പലതരത്തിൽ അനുഭവിക്കുന്നവരുടെ ലോകത്തിലാണ് കുട്ടികൾ എപ്പോഴും ജീവിക്കുന്നത്. ഏത് കാലത്തെ കുട്ടികളാണ് അത്, എൻ്റെ തലമുറയിലെ കുട്ടികളാണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും അവർ മുതിർന്നവരുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. മുതിർന്നവരുടെ ഭാഷയാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടത്. പക്ഷെ മുതിർന്നവരുടെ ഭാഷ അവർക്ക് വശപ്പെട്ടിട്ടുണ്ടാവില്ല. രണ്ട് തലമുറയ്ക്ക് രണ്ട് പ്രത്യേകമായിട്ടുള്ള ഭാഷകളാണ് ഉണ്ടാവുക. ഇത് എല്ലാ തലമുറയും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ ഞാൻ കുട്ടികളോട് ഇടപഴകുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരാളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ജീവിത ദർശനവുമായിട്ട് വലിയ ബന്ധം വരും. നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുട്ടൻ ശബ്ദമൊന്നും ഉണ്ടാക്കിയതേ നല്ല കുട്ടിയായിട്ടിരിക്കണം. അപ്പം മുതിർന്നവരുടെ ഭാഷയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം മുതിർന്ന ആളുകൾ എങ്ങനെയാണ് കുട്ടികളെ കാണുന്നത്? നമ്മുടെ മിക്കവാറും പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, അധ്യാപകർ, ഇവരൊക്കെ തന്നെ പുതിയ തലമുറയെ കാണുന്നത് എങ്ങനെയാണ്? പുതിയ തലമുറയൊക്കെ വഴിവഴിച്ചു പോകുന്നു. ഇതിപ്പോൾ മാത്രമുള്ളതല്ല, എല്ലാ കാലത്തുള്ള പ്രശ്നമാണ്. ഞാൻ കുട്ടിയാവുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള പ്രായം ചെന്ന ആൾക്കാർ മുഴുവൻ വിചാരിച്ചിരുന്നത് അന്നത്തെ തലമുറയൊക്കെ വഴിവഴിച്ചു പോകുന്നവരാണ്. അവർക്ക് പറഞ്ഞ അനുസരണമില്ല, അവർ അച്ചടക്കമില്ലാത്തവരാണ്, അവർ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കാണുന്നു, വേണ്ടാത്ത സിനിമ കാണുന്നു, വേണ്ടാത്ത പുസ്തകം വായിക്കുന്നു. ഇങ്ങനെയാണ് പരാതി. വീട്ടിൽ പറഞ്ഞ അനുസരിക്കില്ല. അങ്ങനെ 100 കൂട്ടം പരാതികളാണ് എൻ്റെ തലമുറയിലെ കുട്ടികളെക്കുറിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അക്കാലത്തെ മുതിർന്നവർക്കുണ്ടായിരുന്നത്. ഈ പുതിയ കാലത്തും ഇതേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ആവറേജ് അധ്യാപകനോട് സംസാരിച്ചാൽ, അധ്യാപികയോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആവറേജ് രക്ഷിതാവിനോട് സംസാരിച്ചാൽ പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കുട്ടികൾ വളരെ ശാഠ്യം പിടിക്കുന്നു, കുട്ടികൾ അനുസരിക്കുന്നില്ല, കുട്ടികൾക്ക് പഴയ പോലെയല്ല, ബഹുമാനമില്ല, മുതിർന്നവരോട് ബഹുമാനമില്ല, അധ്യാപകരോട് ബഹുമാനമില്ല, ഇങ്ങനെ പറച്ചിലിങ്ങനെ കേൾക്കും. അപ്പം എന്നെ ഇതിൽ ഏത് തരത്തിലാണ് എൻ്റെ ദർശനം ഇതിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ, ജീവിതത്തെക്കുറിച്ച് ആളുകൾക്ക് 3 തരത്തിലുള്ള ദർശനമുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിതം, അതിൻ്റെ ചരിത്രം, കാലവുമായിട്ടുള്ള സങ്കല്പനം. 3 തരത്തിലുള്ള സങ്കല്പനമുണ്ട്. ഒന്ന് ചാക്രികമായിട്ടുള്ള ചലനമാണ്. കാലം ചാക്രികമായിട്ട് സഞ്ചരിക്കുന്നു. ഇപ്പം നമ്മളെ ഒരു ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ചാണ് പറയുമെങ്കിൽ ആദ്യം കൃതയുഗമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും മോശമായിട്ടുള്ള ത്രേതായുഗം വരും, കുറച്ചുകൂടെ മോശമായിട്ടുള്ള ദ്വാപരം വരും, പിന്നെ അവസാനം ഏറ്റവും മോശമായിട്ടുള്ള കലിയുഗം വരും. കലിയുഗത്തിൻ്റെ അവസാനം പ്രളയം വന്നിട്ട് എല്ലാം നശിക്കും. അത് കഴിഞ്ഞ് വീണ്ടും സത്യയുഗം വരും എന്നുള്ളൊരു ചാക്രികമായിട്ടുള്ള ചലനമാണ്. ഇതേ ചലനം തന്നെയാണ് ക്രിസ്തുമതത്തിലെ വിശ്വാസികളായിട്ടുള്ളവരും ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇതേ ചലനം തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യന് ആദ്യം സ്വർഗരാജ്യത്തിലായിരുന്നു, ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് എന്തുപറ്റി? അവർ നരകത്തിലേക്കോ അല്ലെങ്കിൽ പിന്നെ പാപികളുടെ ഇടയിലേക്കോ പോയി. അവസാനം പാപം വർദ്ധിച്ച് എന്ത് സംഭവിക്കും? പ്രളയം വരും. അങ്ങനെ പ്രളയം വന്നിട്ട് പിന്നെ നോക്കയുടെ പെട്ടകവും അതിൽ ആളുകൾ രക്ഷപ്പെടുന്നു ഒക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാലസങ്കല്പനമാണ്, ചാക്രികമായിട്ടുള്ള ചലനം. പിന്നെ ഇതിനേക്കാൾ ആധുനികമായിട്ടുള്ള വേറൊരു കാലസങ്കല്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ലോകം സഞ്ചരിക്കുന്നത് ലീനിയർ ആയിട്ടാണ്, കൂടുതൽ പുരോഗതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട പല തർക്കങ്ങളും ഉണ്ട്. സംസ്കാരങ്ങൾ ഉണ്ടാകുന്നു, സംസ്കാരങ്ങൾ തകരുന്നു. ഒരു സമൂഹം 100, 200 അല്ല 500 വർഷത്തെ ശ്രമഫലമായിട്ട് വലിയ ഭാഷയും സംസ്കാരവും ഒക്കെ കെട്ടിപ്പടുക്കുന്നു.
അത് കഴിഞ്ഞിട്ട് അതൊക്കെ നശിച്ചിട്ട് പിന്നെ എല്ലാം തകർന്നിട്ട് അവസാനം ബാർബേറിയനിസം കാടത്തം തിരിച്ചു വരുന്നു. അപ്പോൾ എങ്ങനെയാണ് മുന്നോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുക എന്നുള്ള സങ്കല്പനുണ്ട്. പുതിയ കാലത്തെ ടോയിൻബിയെ പോലെയുള്ള ചരിത്രകാരന്മാരും ഇത് തന്നെ പറയുന്നുണ്ട്. ഇതിനെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദർശനം അവതരിപ്പിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീക്കോ എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. അദ്ദേഹം പറയുന്നത് വളയങ്ങളായിട്ടാണ് സംസ്കാരങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ചാക്രികമായിട്ടാണ് നമുക്ക് തോന്നും, പിന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നും. പക്ഷേ ഓരോ തരത്തിലുള്ള ആവർത്തനത്തിലും ഒരു പടി മുന്നോട്ട് നടന്നിട്ട് വളയങ്ങൾ അടുക്കി അടുക്കി വെച്ചതുപോലെയാണ് സംസ്കാരം ഒരു സ്പൈറൽ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ കെയർഫുൾ ആവും. നിങ്ങളുടെ തലമുറ നിങ്ങളെ ധിക്കരിക്കുകയും നിങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് അവർ വേറെ വഴിക്ക് പോവുകയും ചെയ്യുമ്പം നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അവരൊരു പക്ഷേ നിങ്ങൾ കണ്ടെത്തിയതിനെക്കാട്ടും പുതിയൊരു ഡിവൈസിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അവർ. അപ്പൊ ഇതിലുണ്ടാക്കുന്ന ഒരു ദാർശനിക തലം ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ തലമുറയും കഴിയുന്നതിനനുസരിച്ച് മനുഷ്യർ കൂടുതൽ നല്ലവരാകുന്നു, കൂടുതൽ ബുദ്ധിയുള്ളവരാകുന്നു, അവർ കൂടുതൽ പ്രായോഗിക ജ്ഞാനമുള്ളവരായിരുന്നു, കൂടുതൽ സ്നേഹമുള്ളവരായി മാറുന്നു, കൂടുതൽ സംസ്കാര സമ്പന്നരായിട്ട് മാറുന്നു എന്നൊരു ദർശനമുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു കുട്ടി വന്ന് നിൽക്കുന്ന സമയത്ത് ആ കുട്ടി കാണിക്കുന്ന വികൃതി പോലും, അല്ലെങ്കിൽ ആ കുട്ടി നമ്മളെ അനുസരിക്കാതിരിക്കുന്നത് പോലും ആ കുട്ടി കാണിക്കുന്ന നന്മയാണ്, സംസ്കാരത്തെ മുന്നോട്ട് നയിക്കലാണ്. കാരണം നമ്മൾ പറയുന്നത് തന്നെ അനുസരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെ അനുസരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സംസ്കാരത്തിന്റെ അപ്പുറത്തേക്ക് മെച്ചപ്പെട്ട ഒരു സംസ്കാരം ഒരിക്കലും ഉണ്ടാവില്ല. 500 വർഷം മുമ്പുള്ള ഒരു തലമുറ പറയുന്നത് അവിടുത്തെ കുട്ടികൾ അതേപോലെ അനുസരിച്ചിരുന്നെങ്കിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ 500 വർഷം മുമ്പുള്ള അവസ്ഥയിൽ നിൽക്കുള്ളൂ. അപ്പൊ ധിക്കാരികളാണ് അല്ലെങ്കിൽ നമ്മളെ നിഷേധികളാണ് പുതിയ സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളൊരു ദർശനം, അല്ലെങ്കിൽ അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടനോ അതുപോലെ പുതിയ കാലത്തെ ഏത് കുട്ടിയോ ഞാൻ പറയുന്നതിനെ ധിക്കരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മനുഷ്യ സഹജമായിട്ട് നമുക്കൊരു പിണക്കവും ദേഷ്യമൊക്കെ തോന്നുമെങ്കിൽ പോലും അത് നന്മയ്ക്ക് വേണ്ടിയാണെന്നൊരു കാഴ്ചപ്പാട് ഞാൻ വെച്ച് പുലർത്താം. ബാല്യത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഈ കവിത എഴുത്തുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാവാൻ സാധ്യതയില്ലാതിരുന്ന ഒരു ബാല്യമായിരുന്നല്ലോ അച്ഛൻ്റെ. അപ്പം ഞാനിപ്പോൾ ചോദിക്കുന്ന പല കാര്യങ്ങളും എനിക്കറിയുന്നുണ്ടാവും, പക്ഷെ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിന്ന് എഴുത്താണ് തന്റെ മേഖല എന്ന് അച്ഛൻ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്ന ഒരു ഘട്ടം ഏതാണ്? സ്വാഭാവികമായിട്ടും ഞാൻ എഴുതി തുടങ്ങുന്നത്, ഞാൻ നേരത്തെ ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എഴുതി തുടങ്ങുന്നത് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പൊറാട്ട് നാടകങ്ങൾ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, തിരുവാതിരക്കൊക്കെ കോഴിക്കോട് ഭാഗത്തൊക്കെ. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ അവർക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണമെങ്കിൽ തിരുവാതിരയുടെ തലേ ദിവസം രാത്രി അവർ ചെറിയ നാടകം, അത് വലിയ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് അങ്ങ് നാടകം ഉണ്ടാവും, അല്ലെങ്കിൽ കഥാപ്രസംഗം പെട്ടെന്ന് ഉണ്ടാവും. അങ്ങനെയുള്ള കഥാപ്രസംഗത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടാണ് ആദ്യമായിട്ടുള്ള ഒരു എഴുത്ത് എന്നുള്ള പേര് വരുന്നത്. പിന്നെ നമ്മൾ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ കാലത്തും എഴുത്ത് അതൊരു കോഡ് ലാംഗ്വേജാണ്, ഒരു എന്താ പറയുക, ഒരു രഹസ്യ ഭാഷയാണ്. അപ്പം നേരായ ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റാത്ത, പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എഴുത്തിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ വളരെ ഗൗരവമായിട്ട് ഒരു കവിത എഴുതിയതിനെ കുറിച്ച് എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു ഓർമ്മ, ഗുരുവായൂർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീ-ഡിഗ്രി കാലത്ത് എനിക്കൊരു പെൺകുട്ടിയോട് മുടിഞ്ഞ പ്രണയം. ആ പെൺകുട്ടിയെ കണ്ടാൽ നമുക്ക് മുടിഞ്ഞ പ്രണയമാണ്. അപ്പോൾ അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. 2 കൊല്ലം ഒരുമിച്ച് പഠിച്ചിട്ടും എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. അന്നാണ് ഈ മൊബൈൽ ഫോൺ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലല്ലോ. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ് സമയത്താണ്. അപ്പോൾ ആണ് മാഗസിനിലേക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾ വേണം, കഥയോ കവിതയോ ഒക്കെ. അതിനു വേണ്ടി എഴുതിയ കവിതയാണ് ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത്. ആ കവിതയുടെ മുഴുവൻ വരിയൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒക്കെ മറന്നുപോയിരിക്കുന്നു. പക്ഷെ അവസാനത്തെ ഒരു 4 വരി എനിക്ക് ഓർമ്മയില്ല. മാഗസിനിൽ അച്ചടിച്ചു വന്നൊരു കവിതയാണ് ഗുരുവായൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. നിന്നെക്കുറിച്ചുള്ള സങ്കല്പ സൗധത്തിൻ ഇഷ്ടിക പകുതി ഭാഗ്യദോഷി, നിന്റെ സങ്കല്പത്തിൽ എന്തെങ്കിലും ഒന്ന് മിന്നിത്തെളിഞ്ഞാൽ കൃതാർത്ഥനായിരിക്കുമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് കവിത. അപ്പം എൻ്റെ കൂടെ പഠിച്ച ചില സുഹൃത്തുക്കളുണ്ട്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ. ഈ ദേവരാജനുണ്ട്, PC ദേവരാജൻ, ആർട്സ് കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്നു, അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പം അവനെൻ്റെ കൂടെ തന്നെ, അവൻ ഈ കഥകളൊക്കെ അറിയാം, എനിക്കുള്ള പ്രണയം അറിയാം, കവിത എഴുതാനുള്ള കാരണമാണ്. അപ്പം അവൻ ഇനി കുറേ കാലം എൻ്റെ പിന്നാലെ എടാ നീ ആ ഇഷ്ടിക എന്ത് ചെയ്യും നടക്കുകയായിരുന്നു. അപ്പം ഇത് ഞാൻ പറഞ്ഞ യഥാർത്ഥത്തിൽ ഇതൊരു പല മനുഷ്യരും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. നമുക്ക് ഒരു കോഡ് ലാംഗ്വേജ് ആണ്, ഭാഷയെ നമ്മൾ മറ്റൊന്നാക്കി മാറ്റിയിട്ട്. അപ്പം നമുക്ക് ആ ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണെങ്കിൽ പോലും കവിതയിൽ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നേരിട്ട് പറഞ്ഞാൽ അത് വലിയ ശത്രുക്കളെ സൃഷ്ടിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു തരത്തിലേക്ക് വന്നതെന്ന് പറയാം. അപ്പം ലോ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചില കവിതകളൊക്കെ മാഗസീനിൽ എഴുതുകയും ചില സമ്മാനങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ കവിതയുടെ ഒരു ഗൗരവമായിട്ടുള്ള വഴിയിലേക്ക് ഞാൻ വരുന്നത് 1983 അന്ന് മലയാള കവിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എൻ വി കൃഷ്ണവാര്യരുണ്ട്, അതിൻ്റെ ഡയറക്ടർ എൻ വി കൃഷ്ണവാര്യർ, ഡോക്ടർ എൻ വി കൃഷ്ണവാര്യർ. അദ്ദേഹം മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററും കൂടിയാണ്. അപ്പോൾ എൻ വിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കവിതാ ക്യാമ്പാണ്. ആ കവിതാ ക്യാമ്പിലേക്ക് 83-ലോ മറ്റോ 82-ലോ എന്നല്ല, എന്തായാലും ഞാനൊരു കവിത അയച്ചു കൊടുത്തു. കവിതാ ക്യാമ്പിലേക്ക് ഒന്നും തന്നെ വിളിക്കപ്പെട്ടില്ല. അന്നത്തെ കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കവിതാ ക്യാമ്പിലും 200-300 നല്ല കവിതകൾ കിട്ടും. അതിൽ നിന്ന് 50 പേരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ കവിത തള്ളിപ്പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ വിയുടെ ഒരു കാർഡ് എനിക്ക് കിട്ടുകയാണ്. സഞ്ജൻ്റെ കവിത വായിച്ചു, നല്ല കവിതയാണ്, പക്ഷെ ഞങ്ങൾ സെലക്ഷൻ കഴിഞ്ഞ ആൾക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ പോയതിന് ശേഷമാണ് കവിത കിട്ടുന്നത്, തുടർന്നും മലയാള കവിതയായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ടൊരു കത്ത്. ആ കത്ത് എനിക്ക് വലിയൊരു പ്രോത്സാഹനം ആയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ആൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമുക്കിപ്പോൾ എന്ത് എഴുതിയാലും അതൊക്കെ ഫേസ്ബുക്കിലൂടെ ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് എൻ്റെ നാട്ടിൻപുറത്ത് വളർന്നതിലൊരു നാട്ടിൻപുറത്ത് എഴുത്തും പുസ്തകങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഒരു ഇരുട്ടിൽ നിന്നുകൊണ്ട് ഒരാൾ എഴുതാൻ ശ്രമിക്കും. അയാളുടെ എഴുത്ത് ഈ പൊതുസമൂഹത്തിൻ്റെ എഴുത്തിൻ്റെ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കവിത എന്ന് പറയുന്ന ഒരു ജാനർ ഉണ്ടല്ലോ, അതിൽ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിൽക്കാൻ തന്നെ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളൊരു കുട്ടിക്കളി കളിക്കുന്ന മാതിരിയാണ് കളിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും തകരപ്പാട്ട് കിട്ടിയെന്ന് വെച്ച് ചെണ്ട കൊട്ടും, അല്ലെങ്കിൽ സാരി മറച്ചിട്ട് നാടകം കളിക്കും. അതുപോലത്തെ ഒരു കളിയായിട്ടാണ് അന്ന് ഈ കവിതയും എഴുതുന്നത്. അത് സീരിയസ് ആയിട്ട് ഗൗരവമായിട്ടുള്ള ഒരു തലം അതിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നത് എൻ വി കൃഷ്ണവാര്യരുടെ ആ കത്താണ്. അത് കഴിഞ്ഞ് അടുത്ത വർഷം ഈ മലയാള കവിതയുടെ ക്യാമ്പ് നടത്തിയപ്പോൾ ഞാൻ കവിത നേരത്തെ അയക്കുകയും എനിക്ക് അതിൽ സെലക്ഷൻ കിട്ടുകയും അങ്ങനെ മലയാള കവിതയുടെ നിരന്തരമായിട്ടുള്ള ക്യാമ്പുകൾ, അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ എൻ വി ആണ് അതിൻ്റെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നത്. പിന്നെ കെ പി ശങ്കര മാഷ്, വിഷ്ണുനാരായണൻ നമ്പൂരി, അക്കിത്തം, കെ വി രാമകൃഷ്ണ മാഷ്, അങ്ങനെ വലിയ പാലൂരുണ്ടാവും, അങ്ങനെ കുറേ സുഗത ടീച്ചർ ഉണ്ടാവും. ഇങ്ങനെ വലിയ ഒരു നിര ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ എം ആർ രാഘവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ പിന്നെ നമ്മൾ അവരുടെ കൂടെ തന്നെ ജീവിക്കുകയാണ്. സാധാരണ ഇപ്പം നമ്മൾ അക്കാദമികളിലൊക്കെ നടക്കുന്ന കവി സമ്മേളനങ്ങളെ പോലെ, കവിയരങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ വന്ന് പ്രസംഗിച്ച് അവരങ്ങോട്ട് പോകുക, അങ്ങനെയല്ല. ഞങ്ങൾ ഏത് ബെഞ്ചിന്റെ തലയ്ക്കാണോ കിടക്കുന്നത് അതുപോലത്തെ ഒരു ബെഞ്ച് വിട്ടിട്ട് അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും ഈ പറഞ്ഞ ആൾക്കാർക്ക്. വിഷ്ണുമാഷ് അവിടെ ഉണ്ടാവും, രാഘവരുടെ അവിടെ ഉണ്ടാവും, അങ്ങനെ എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടാവും. അക്കാലത്തും കുറച്ച് ഫേമസ് ആണ് ടീച്ചർ, സുഗത ടീച്ചർ. കാരണം സുഗതകുമാരി ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലക്ക് വളരെ ഫേമസ് ആണ്. അപ്പോൾ ടീച്ചർ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ടീച്ചർ സ്വീകരിക്കാൻ നിൽക്കും. ബാക്കി എല്ലാ ആൾക്കാരും ഒരുമിച്ചുണ്ടാവും. എൻ വി ആണെങ്കിൽ പോലും എൻ വി നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ജീവിതം, കവിതയ്ക്കകത്ത് നിന്നുള്ള ജീവിതം, അത് എന്നെ കവിതയിലേക്ക് മാത്രമല്ല ഭാഷയിലേക്കും, ഞാനിപ്പോൾ ഭാഷ കൊണ്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നു, ലേഖനമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, താളത്തെക്കുറിച്ച്, വൃത്തത്തെക്കുറിച്ച്, വ്യാകരണത്തെക്കുറിച്ചൊക്കെ എവിടെയെങ്കിലും സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ മലയാള കവിത നടത്തിയ ക്യാമ്പിലൂടെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ വി മരിച്ചു. പിന്നെ ആ ഒരു സമിതിയുടെ പേര് തന്നെ എൻ വി കൃഷ്ണവാര്യരുടെ സ്മാരക ട്രസ്റ്റ് ആയി മാറി. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പിന്നെ ഞാനടക്കമുള്ള ആൾക്കാർ ക്ലാസ് എടുത്തുകൊണ്ടും അന്നത്തെ പുതിയ കാലത്തെ കുട്ടികളെ പരിചയപ്പെട്ടുകൊണ്ടും കുറേ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിശീലനം, അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ കവിതയിലും ഭാഷയിലുമുള്ള എൻ്റെ യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ മലയാള കവിതയുടെയും എൻ വി ട്രസ്റ്റിൻ്റെയും ക്യാമ്പുകളാണ്. കാരണം ഞാൻ SLC ശേഷം മലയാളം പഠിച്ചിട്ടേ ഇല്ല. ഹിന്ദി ആയിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. മലയാളം എന്നുള്ള ഭാഷ പിന്നെ പഠിച്ചിട്ടേ ഇല്ല. ഹിസ്റ്ററി ആയിരുന്നു മെയിൻ. അത് കഴിഞ്ഞ് ലോ പഠിച്ചു. പിന്നെ PG എടുത്ത ജേർണലിസ്റ്റിലാണ്. ഇങ്ങനെ മലയാള ഭാഷയായിട്ട് നേരിട്ട് ബന്ധമുള്ളൊരു വഴി കൂടെ അല്ല ഞാൻ സഞ്ചരിച്ചത്. അപ്പോൾ ആ സഞ്ചരിക്കാതെ തന്നെ ആധികാരികമായിട്ട് ഭാഷയുടെ ഒരു വേദിയിൽ മറ്റുള്ളവരുടെ കൂടെ നിൽക്കാനുള്ള കരുത്ത് തന്നത് ഈ ഗുരുനാഥന്മാരുടെ പിന്നെ വിദ്യാഭ്യാസമാണ്. അവർ തന്നെ അവരറിയാതെ തന്നെ വിദ്യാഭ്യാസമാണ്. ഇപ്പൊ അച്ഛന്റെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം അച്ഛമ്മയെ കുറിച്ച് അച്ഛൻ സ്ഥിരമായി പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യും, എല്ലാവരോടും പറയും. എന്നാൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് അച്ഛമ്മ നമ്മളോട് മാത്രമായിട്ട് പറയും. അങ്ങനെ അന്നത്തെ കാലത്ത് ചൈൽഡ് സൈക്കോളജി പഠിച്ചിട്ടല്ലെങ്കിൽ പോലും അച്ഛമ്മ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ എഴുതിയിട്ട് അങ്ങനെ അവരെപ്പോഴാണ് ഇത് അറിഞ്ഞു തുടങ്ങിയത്, അച്ഛമ്മയും അച്ഛനും? അതിനെ അവരെങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്? അവർക്കത് അറിയുമായിരുന്നു? ഇല്ല, ഞാൻ വീട്ടിൽ അറിയിച്ചിട്ടേ ഇല്ല. ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു 2 വരി എഴുതുമ്പോഴേക്കും അതിന് ഭയങ്കരമായ പബ്ലിസിറ്റി കിട്ടുകയും അവരുടെ അച്ഛനമ്മമാർ തന്നെ അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ. അതെ, അന്നത്തെ ഒരു ഞങ്ങളൊക്കെ പഠിച്ചു വന്ന ഒരു വീട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു വീടല്ല. പല കാരണം. ഒന്ന്, ഇപ്പോഴത്തെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ജനാധിപത്യപരമാണ്. നമുക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാം. അപ്പം ഞങ്ങളൊക്കെ വളർന്നു വരുന്ന കാലത്തെ വീട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു അധികാര കേന്ദ്രമാണ്. അച്ഛനോട് നമ്മൾ നേരിട്ട് ഒരു കാര്യം പറയില്ല, സംസാരിക്കില്ല. അച്ഛനെ പേടിയാണ്. ഞായറാഴ്ച വല്ലപ്പോഴും കണ്ടെങ്കിലായി. ബാക്കി ഞാൻ എണീറ്റ് വരുന്നതിന് മുമ്പ് അച്ഛൻ പോയിട്ടുണ്ടാവും. ഞാൻ കിടന്നുറങ്ങിയതിന് ശേഷം ആയിരിക്കും അച്ഛൻ വീട്ടിലെത്തുക. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞായറാഴ്ച മാത്രമായിരിക്കും അച്ഛനെ ചിലപ്പോൾ കാണുക. അത് തന്നെ രാവിലെ കുറച്ച് നേരം കണ്ട് അച്ഛൻ പുറത്ത് പോകും. പിന്നെ ഊണ് കഴിക്കാനേ വരുള്ളൂ. അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങി അച്ഛനുമായിട്ടൊരു ഇൻട്രാക്ഷൻ നമുക്ക് ആദ്യം തന്നെ ഇല്ല. പേഴ്സണലായിട്ട് നമ്മുടെ എല്ലാ ഇൻട്രാക്ഷനും അമ്മയായിട്ടായിരുന്നു. ഈ അമ്മയായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം, നമുക്ക് കവിതയൊന്നും അവിടെ പോയിട്ട് അവതരിപ്പിക്കാനുള്ള പിന്നെ സമയമില്ല,
അതിനുള്ള സന്ദർഭമല്ല. കാരണം അമ്മയും ഞങ്ങളൊക്കെ അപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് അടുത്ത നേരത്തെ എന്താ ഭക്ഷണം എന്നുള്ളതാണ്. അതിന് എവിടെ ചൂടി വിരിച്ചിട്ടോ ചേരി തല്ലിയിട്ടോ എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് അടുത്ത നേരത്തെ പുളക്കിഴങ്ങോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, ആ ഭക്ഷണം കഴിക്കുക, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത നേരത്തെ കുറിച്ച് ആലോചന. യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ പഠിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, മനുഷ്യൻ സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചതിന് ശേഷം കൃഷി ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് സംസ്കാരം വളർന്നതെന്നും എഴുത്തുണ്ടായതെന്നും കവിതയുണ്ടായതെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം ആളുകൾക്ക് സമയം കൂടുതൽ കിട്ടിയപ്പോഴാണുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ പോലും സെറ്റിൽഡ് ലൈഫ് എന്നുള്ളത് പേരിനൊരു സെറ്റിൽഡ് ലൈഫ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. കാരണം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും നമുക്ക് കവിത എന്നോ കഥയെന്നോ അങ്ങനെ ഒരു സ്വന്തമായിട്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. വായിക്കാറുണ്ട് ധാരാളമായിട്ട്. ആ വായിക്കാറുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കാലമൊക്കെ വായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാൽ വീട്ടുകാർ സമ്മതിക്കില്ല, വായിച്ചാൽ അടി കിട്ടും വീട്ടിൽ നിന്ന്. ഈ ലൈബ്രറിയുടെ ഒരു പുസ്തകമുണ്ട്, മഞ്ഞയും പച്ചയും ഒക്കെ ഇങ്ങനെ പൂക്കളുള്ള ബൈൻഡ് ചെയ്തിട്ടുള്ള പുസ്തകം, പഴയ ലൈബ്രറിയിൽ ഇപ്പോഴും ഉണ്ട് ലൈബ്രറിയിലൊക്കെ ആ പുസ്തകം. അങ്ങനെ ചട്ടയുള്ള പുസ്തകം കണ്ടാൽ വീട്ടിൽ നിന്ന് അടിയാണ്. എന്താ വെച്ചാൽ പഠിക്കാനുള്ള സാധനം പഠിക്കാതെ ഈ സാധനമൊക്കെ വായിച്ചാൽ കുട്ടികൾ ചീത്തയായി പോകും എന്നുള്ളതാണ് വീട്ടുകാരുടെ ഒരു. അപ്പം എന്താ വെച്ചാൽ വീട്ടുകാർ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ എല്ലാ തലമുറയിലെ കുട്ടികൾക്കും വലിയ താല്പര്യം. അപ്പൊ ഞങ്ങളോട് വായിക്കരുത്, വായിക്കുന്ന എന്തോ മഹാ അപരാധമാണ്, പ്രേമിക്കുന്ന പോലെ തന്നെ അതുപോലുള്ളൊരു അപരാധമാണ് വായിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടാവുന്നിടത്തോളം പുസ്തകം എടുത്ത് വായിച്ചു. അതായത് ഇപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ അങ്ങനെ ഒരു ടെൻഷനാണ്, ഭയങ്കര പേടിയാണ്. കാരണം വെള്ളിയാഴ്ച എത്ര വലിയ പുസ്തകം എടുത്താലും അത് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വായിച്ച് തീർന്നു പോകും. പിന്നെ ചിലപ്പോൾ ഞായറാഴ്ച മുഴുവനാക്കാൻ നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ തിങ്കളാഴ്ചയല്ലേ പുസ്തകം എടുക്കാൻ പറ്റുള്ളൂ, ലൈബ്രറി പോകാൻ പറ്റുള്ളൂ. അത് സ്കൂളിലെ ലൈബ്രറി അല്ലേ, കുന്നത്തുകാലത്തെ ഗ്രാമീണ വായനശാല. വളരെ മാത്രമല്ല അതിൻ്റെ ആ വായനശാലയിൽ പുസ്തകം തരുന്ന ആളുകളൊക്കെ നമുക്ക് വേണ്ട പുസ്തകങ്ങൾ ഇന്നതാണ് വായിക്കേണ്ടതെന്ന് പറയും. MTA മുട്ടത്ത് വർക്ക് ചെയ്യും, അങ്ങനെയുള്ള ആളുകളെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിലിടപെട്ട് അതിൽ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. മുട്ടത്ത് വർക്കിൻ്റെ കഥകളൊക്കെ അങ്ങനെയുള്ള കഥകളൊക്കെ വായിക്കാൻ. അതല്ല വായിക്കേണ്ടത്, അതിനേക്കാൾ ഉയർന്നൊരു തലമുണ്ട്, MTA വായിച്ചു നോക്കും എന്ന് പറഞ്ഞ് വേറൊരാളെ പരിചയപ്പെടുത്തുകയും അങ്ങനെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കഥകൾ. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുട്ടത്ത് വർക്കിൻ്റെ നോവൽ വായിക്കുന്ന മാതിരി പെട്ടെന്ന് ഓടിച്ച് തീരില്ല. അപ്പോൾ MTA വായിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് OVJനെ വായിക്കാൻ തുടങ്ങുമ്പോൾ, സേതുവിനെ വായിക്കാൻ തുടങ്ങുമ്പോൾ, മുകുന്ദനെ വായിക്കാൻ തുടങ്ങുമ്പോൾ സമയം കൂടുതൽ ആവശ്യമുണ്ട്. ഒരു പാരഗ്രാഫ് വായിച്ച് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ച് ചെല്ലേണ്ടി വരുന്നുണ്ട്. ആ ഒരു തരത്തിലുള്ള വായന കുട്ടിക്കാലം മുതൽക്കുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു കവിത എഴുതി അച്ഛനും അമ്മയായിട്ട് കവിത ചർച്ച ചെയ്യോ അതൊന്നും പതിവേ ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്ത് പോലും എൻ്റെ കവിത മാസികയിൽ അച്ചടിച്ച് വരുന്ന സമയത്തൊന്നും അപ്പോൾ ഇത് അമ്മയെ കാണിച്ചു കളയാം എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. ഞാൻ യഥാർത്ഥത്തിൽ ആദ്യമായിട്ടൊരു കവിത അമ്മയെ കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെരുമഴ കണ്ടിട്ടുണ്ടോ എന്നുള്ള കവിത എഴുതി. ആ കവിത അമ്മയുമായിട്ട് കൂടെ ബന്ധപ്പെട്ട കവിതയാണ്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ സ്ഥലത്തും ആൾക്കാർ ഭയങ്കരമായിട്ട് സ്വീകരിക്കുകയും ആഘോഷിക്കുകയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വരികയും പിന്നെ ആ കവിതയുടെ പേരിലുള്ള സമാഹാരത്തിന് ചങ്ങമ്പുഴ പുരസ്കാരം കിട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ആ കവിത അമ്മ കേൾക്കണം എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ വല്ലാതെ എഴുത്തിന് അതിൻ്റെ പുറത്തിങ്ങനെ എഴുതിയത് കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറയുന്ന ഒരു രീതി അന്നുമില്ല, ഇപ്പോഴും അങ്ങനെയൊന്നും ഇല്ല. പിന്നെയും ഞാൻ കുറച്ചുകൂടെ കവിത ഞങ്ങൾ എഴുതി കഴിഞ്ഞ കവിതയൊക്കെ വീട്ടിലാളെ കാണിക്കാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ട് ശ്രീദേവിക്ക് കവിത ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ അവൾ വന്നാൽ എനിക്ക് നന്നായിട്ട് വിലയിരുത്തും, വളരെ ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തും. ആ വാക്ക് അവിടെ വേണോ, ഞാൻ ചിലപ്പോൾ കേൾക്കുന്നില്ല, സമ്മതിക്കുന്നില്ല, എന്നാൽ വളരെ ക്രിട്ടിക്കലായിട്ട് വായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതിന് ശേഷം കല്യാണം കഴിഞ്ഞ ശേഷമാണ് പിന്നെ വീട്ടിൽ ഇത് കവിത ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ നിങ്ങൾക്കൊക്കെ കവിത ഇഷ്ടമായതുകൊണ്ട് ചില കവിതകളൊക്കെ, അതും എല്ലാ കവിതയൊന്നുമില്ല, ചില കവിതകളൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് കേൾപ്പിച്ചെറിയും ചൊല്ലിത്തരിയും ഒക്കെ ചെയ്യാം.